തീർച്ചയായും ചർച്ച തുടങ്ങുമ്പോൾ മേരി ടീച്ചർ, അതായത് ഈ വിഷയാസ്പദമായ അല്ല വസ്തുതാപരമായ അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിലാണോ നമ്മൾ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് രഞ്ജിത്ത് കാർത്തികേയൻ മുമ്പോട്ട് വെച്ചത്. അദ്ദേഹത്തിന് ആ താരതമ്യം മനസ്സിലായില്ല എന്നുള്ളതാണ്. ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്നത് 30-ൽ നിന്ന് 20% കുറയ്ക്കുകയും വിലക്കയറ്റം കൂടുകയും ചെയ്യുന്നത് താങ്കൾ സാധാരണക്കാരെയും ക്രീമി ലെയറും തമ്മിലുള്ള അവർ നേരിടുന്ന പ്രശ്നങ്ങളെ താരതമ്യം ചെയ്ത് സംസാരിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കമ്പാരിസൺ മെത്തഡോളജി, അതിൻ്റെ ഒരു രീതിശാസ്ത്രം അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. അദ്ദേഹം അത് അഭിനയിക്കുന്നതായിരിക്കും പിടികിട്ടിയില്ലെന്ന്. കാരണം ഒരു കാര്യം മാത്രം ഓർത്താൽ, താങ്കൾ തന്നെ നേരത്തെ ആദ്യം സൂചിപ്പിച്ചിരുന്നു, എപ്പോൾ ഗ്രോത്ത്, ഇപ്പൊ GDP-യിൽ 6%, 7%, 9% ഗ്രോത്ത് ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. ലോകരാഷ്ട്രങ്ങൾ അത് എടുത്തു കാണിക്കും. പക്ഷേ ഈ ഗ്രോത്ത് വികസനമാകുന്നത് എപ്പോഴാണ്? ഗ്രോത്ത് മസ്റ്റ് ബിക്കം ഡെവലപ്മെന്റ്. അതാണ് ഗ്രോത്ത് വികസനമാകണം, വളർച്ച വികസനമാകണമെന്ന് താങ്കൾ നേരത്തെ അത് സൂചിപ്പിച്ചതാ. പിന്നെ ഒരു പിതാവിന്റെ പേര് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രോത്ത് വികസനമായി മാറുന്നത് അപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇനീക്വാളിറ്റി ഇന്ത്യയില് 2012-ലും 2018-ലും ഇടയ്ക്ക് വന്നിരിക്കുന്നു എന്ന് 2018-ല് തോമസ് പിക്കറ്റി, ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം ഇന്ത്യയിലെ അസമത്വ വളർച്ചയെ 1920 മുതലുള്ള അസമത്വ വളർച്ചയെ പറ്റി ചെയ്തിരിക്കുന്ന അസമത്വത്തെ പറ്റിയുള്ള ഒരു ബുക്കുണ്ട് അദ്ദേഹത്തിന്റെ. ആ ബുക്കിലാണ് 2018-ൽ പ്രസിദ്ധീകരിച്ചത്. ആ ബുക്കിലാണ് അദ്ദേഹം പറയുന്നത് 2012-നും 2018-നും ഇടയ്ക്കാണ് ഇന്ത്യയിലെ അസമത്വ വളർച്ച ഏറ്റവും കൂടുതലായത്. നമുക്ക് എക്സാമ്പിൾ തേടി വേറെ എവിടെയും പോകണ്ട. അദാനി 27-ാം സ്ഥാനത്തായിരുന്നു ലോക സമ്പന്നരിൽ BJP ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ. പക്ഷെ ഇപ്പോ അതിനുശേഷം അദ്ദേഹം 1-ാം സ്ഥാനത്തെത്തി. പിന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം 7-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ മൂക്കുകുത്തി അതുകൊണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ സുപ്രീം കോടതി അത് സെബി അന്വേഷിച്ചാൽ മതി, കോടതി അതായത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പറഞ്ഞ് ഫയൽ ചെയ്ത കേസ് മാറ്റിക്കൊണ്ട് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണം നടത്തിയാൽ മതി എന്ന് സുപ്രീം കോടതി ഒരു ഓർഡർ ഇട്ടതോടുകൂടി വീണ്ടും കുതിച്ചു കയറി. അങ്ങനെ ഇപ്പൊ വീണ്ടും അയാൾ 1-ാം സ്ഥാനത്തെത്തി. അപ്പൊ ഈ 27-ാം സ്ഥാനത്ത് നിന്ന് 1-ലെത്തുന്നു, 1-ൽ നിന്ന് 7-ലേക്ക് പോകുന്നു, വീണ്ടും 1-ലേക്ക് വരുന്നു. ഈ കളികള് ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് കളികളാണ്. അതിനെപ്പറ്റി എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ അതിന്റെ സമയമല്ലല്ലോ. അപ്പൊ ശ്രീ രഞ്ജിത്ത് കാർത്തികേയന് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കണം. എന്തുകൊണ്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടുത്തെ ഇൻകം കോൺസെൻട്രേഷൻ അസമത്വ സർവേ, ഓക്സ്ഫാമിന്റെ അസമത്വ സർവേ കഴിഞ്ഞ ജനുവരിയിലാണ് വന്നത്. ആ അസമത്വ സർവേയിൽ എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടെ ഗ്രോത്ത് ഉണ്ടാകുന്ന ഗ്രോത്ത് കുറച്ചു പേരിലേക്ക് കേന്ദ്രീകരിച്ചു പോകുന്നു, അത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അത് നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സ്കീം എടുക്കുക. സുപ്രീം കോടതിയിൽ ഒരു ഫയൽ ചെയ്തു, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫയൽ ചെയ്ത് അവർ പറഞ്ഞു ഇത് മുഴുവൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നു, 80% അഡ്വർടൈസ്മെന്റിന് വേണ്ടി എന്ന് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ അഡ്വക്കേറ്റ് അത് കൃത്യമായിട്ട് തെളിയിക്കുകയും ചെയ്തു. അപ്പൊ സുപ്രീം കോടതി ചോദിച്ചു, പിന്നെ എന്താണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞാല് അത് കുട്ടികളിലേക്ക്, പെൺകുട്ടികളിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെയാണ് നാരികളെ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു, 96 മുതൽ പാർലമെന്റിൽ കിടന്ന് അടിക്കുന്ന ഒരു ബില്ലാണ് സംവരണ ബില്ല്. അന്നൊന്നും UPA ഗവൺമെന്റിന് അത് ഒറ്റയ്ക്ക് പാസ്സാക്കാൻ പറ്റില്ല, അവരുടെ ഘടക കക്ഷികൾ അതിനെതിരായിരുന്നു. അതുകൊണ്ട് അതായത് UPA 2ാം ഗവൺമെന്റ് രാജ്യസഭയിൽ അവർക്ക് സിംഗിൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ അത് പാസ്സാക്കി. പക്ഷെ അപ്പോഴും ലോകസഭയിൽ പാസ്സാക്കാൻ പറ്റിയില്ല, UPAക്ക് കോൺഗ്രസിന് സിംഗിൾ ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട്. ഇനി BJP വന്നപ്പോ ആദ്യ BJP ഗവൺമെന്റിന് തന്നെ ആ ബില്ല് പാസ്സാക്കാമായിരുന്നു, പാസ്സാക്കിയില്ല. എന്തുകൊണ്ട് പാസ്സാക്കിയില്ല? അവർക്ക് ഇഷ്ടമില്ല സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണേ, അതുകൊണ്ട് തന്നെ. കാരണം അവരൊന്ന് ലോകസഭയിൽ പാസ്സാക്കിയിരുന്നെങ്കിൽ രാജ്യസഭയിൽ പാസ്സാക്കിയത് നള്ളിഫൈഡ് ആയിട്ടില്ല, അപ്പോൾ അത് കൃത്യമായിട്ട് നിലവിൽ വന്നേനെ. ഇനി 1-ാം BJP ഗവൺമെന്റിന് ലോകസഭയിലാണ്
എന്താ മേജർ മജോറിറ്റി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് രാജ്യസഭയിൽ ഇല്ലായിരുന്നു. പിന്നെ BJP ഗവൺമെന്റിലേക്ക് വന്നാലോ അവർക്ക് ലോകസഭയിലും രാജ്യസഭയിലും ഒറ്റയ്ക്ക് മജോറിറ്റി ഉണ്ടായിരുന്നു BJPക്ക്. അപ്പൊ ആ മജോറിറ്റി ഉപയോഗിച്ച് അവർക്ക് ഇത് പിന്നെ രാജ്യസഭയിലും ലോകസഭയിലും പാസ്സാക്കി നടപ്പാക്കാമായിരുന്നു 2024 ഇലക്ഷന്. എന്തുകൊണ്ട് ചെയ്തില്ല? അതിനെ കോവിഡിന് പഴിച്ചായിരുന്നു. 2021 സെൻസസ് നടന്നില്ലെന്ന് പറയുന്നു. സെൻസസ് 21 കോവിഡ് കഴിഞ്ഞപ്പോൾ നടത്താമായിരുന്നു. അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തില്ല. എന്ന് വെച്ചാൽ മറച്ചു വെക്കാനുള്ളതൊക്കെ മറച്ചു വെക്കണം. അങ്ങനെ പൊക്കി പറയാൻ, അതായത് പൊങ്ങച്ചം പറയുക. ആ പൊങ്ങച്ചം പറയലാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഖ്യാതി സൃഷ്ടിക്കാനുള്ള ശ്രമം. അപ്പൊ അങ്ങനെ പിന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഈ പറഞ്ഞതുപോലെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളും ആ നിലവാരത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ, അതായത് മുഖം മിനുക്കൽ നിലവാരത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ കോ ബ്രാൻഡിങ്, എന്തൊരു അപഹാസ്യമാണ് കോ ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ട പണം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കും. അപ്പൊ ഇതുപോലെയാണ് ഇതൊക്കെ നടത്തുമ്പോഴാണ്. അതുപോലെ കോർപ്പറേറ്റ് രംഗത്തെ കാര്യം പറഞ്ഞു രഞ്ജിത്ത് കാർത്തികേയൻ. കോർപ്പറേറ്റ് രംഗം എങ്ങനെ കിടന്നതാണ്? നേരെ ഈ പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് ഡാംസ് ഇല്ലായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് ഒന്നിൽ തുടങ്ങി കൊണ്ടുവന്നാണ് എല്ലാ ഡാമിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയോ ക്ഷേത്രമോ അല്ലെങ്കിൽ സ്റ്റാച്യുവോ അല്ല, ഡാമിന്റെ പേരാണ് ടീച്ചർ പറഞ്ഞത്. അത് നെഹ്റുവുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ആ ആദ്യത്തെ 17 കൊല്ലത്തിലെ ദിശ, അത് ഏതർത്ഥത്തിലാണ് വികസിച്ചത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ക്രക്സാണ് ടീച്ചർ സൂചിപ്പിച്ചത്. അപ്പോൾ രഞ്ജിത്ത് കാർത്തികേയൻ ഇപ്പോൾ നടക്കുന്നത്